ലൈംഗിക ആരോപണ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ സിനിമാ നയരൂപീകരണ കമ്മിറ്റിയിൽ നിന്ന് എം മുകേഷിനെ ഒഴിവാക്കത്തിൽ പ്രതിഷേധം ശക്തമാകുന്നുവെന്ന് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. MLA സ്ഥാനം എം മുകേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണ പരാതികളിൽ സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് യോഗം ചേരും. ഗിരീഷ് ചേരുന്നു വിശദാംശങ്ങളുമായി. ഗിരീഷ്, ഗുഡ് മോർണിംഗ്. ഗിരീഷ്, യഥാർത്ഥത്തിൽ ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒക്കെ ആളുകൾ പറയുന്നുണ്ട് MLA സ്ഥാനം മുകേഷ് രാജിവെക്കാൻ സാധ്യത, അത്തരമൊരു നീക്കമൊന്നും പാർട്ടിയില്ല എന്ന് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് തന്നെ നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, പാർട്ടി MLA ആയ മുകേഷിനെ കൈവിടും എന്ന് പ്രതീക്ഷിക്കുന്ന ചില ആളുകളുണ്ട്. പക്ഷേ അത്തരം പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താണ്. പാർട്ടിക്ക് ഒറ്റയടിക്കുക അങ്ങനെ ഒരു MLA തള്ളിക്കളയാൻ കഴിയില്ല എന്ന് ഏത് രാഷ്ട്രമീമാംസ വിദ്യാർത്ഥിക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ ഇത് വളരെ ഗൗരവത്തിൽ തന്നെയാണ് സർക്കാരും CPIM കാണുന്നത്. അപ്പോഴും ഈ മുകേഷിനെ സിനിമാ നയരൂപീകരണ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത് സർക്കാർ നേരത്തെ തന്നെ വിശദീകരണം നൽകിയിരുന്നു. വളരെ മുമ്പ് തന്നെ ഇക്കാര്യത്തിലുള്ള തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നതാണ്. ഒരു സിനിമാ നടൻ എന്ന നിലയിലും MLA എന്ന നിലയിലുമാണ് മുകേഷിനെ ഈ നയരൂപീകരണ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തിയത്. ഈ പുതിയ സാഹചര്യത്തിൽ ഒരുപക്ഷെ അത് അക്കാര്യത്തിൽ സർക്കാർ വീണ്ടും ഒരു ചിന്ത അതിനകത്ത് സർക്കാരിൽ ഉയർന്നു വന്നേക്കാം. അത് സംബന്ധിച്ച് ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ SKN സൂചിപ്പിച്ചതുപോലെ മുകേഷ് MLA സ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യം പ്രതിപക്ഷം ഉയർത്തുമ്പോഴും ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള രാജിയും വേണ്ട എന്ന് തന്നെയാണ് CPIM സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളും അതിന്റെ ചർച്ചകളും അന്വേഷണങ്ങളും ഒക്കെ നടക്കട്ടെ. പക്ഷേ ഈ വിഷയത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിനോട് CPIM എതിരാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ മുകേഷ് രാജിവെക്കേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല എന്ന CPIM വിലയിരുത്തുകയും ചെയ്യുന്നു. എന്നാൽ പ്രതിപക്ഷമാകട്ടെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തരത്തിലുള്ള പ്രക്ഷോഭമാണ് മുകേഷിന്റെ രാജിക്കായി ഉയർത്തുന്നത്. രണ്ട് കാര്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. ഒന്ന്, മുകേഷിനെ ഈ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിവാക്കണം. മറ്റൊന്ന്, മുകേഷ് MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ളതാണ്. ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് മുകേഷിന്റെ വീട്ടിലേക്കും MLA ഓഫീസിലുമൊക്കെ വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ പ്രതിപക്ഷം സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ സർക്കാർ അപ്പോഴും എടുത്തിരിക്കുന്ന നിലപാട് മുകേഷ് ഒരു കാരണവശാലും MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല. CPIM ഇക്കാര്യത്തിൽ വിശദമായ ഒരു കൂടിയാലോചന നേതൃത്വത്തിൽ തന്നെ നടന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ മുകേഷ് ഇപ്പോൾ ഒരു ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. ഈ ആരോപണം അന്വേഷിക്കാൻ വേണ്ടി സർക്കാർ ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, മുകേഷിനെതിരെ ഉയർന്നു വന്ന ആരോപണം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉയർന്നതുമാണ്. ഇതിനിടയിൽ ചില പുതിയ ആരോപണങ്ങൾ കൂടി ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത്. ഈ അന്വേഷണ സംഘം ആദ്യം അന്വേഷണം നടത്തട്ടെ. കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ അപ്പോൾ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാം, അല്ലെങ്കിൽ നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്നേരം ആലോചിക്കാം എന്നുള്ളതാണ് CPIM സംസ്ഥാന നേതൃത്വം ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്. പ്രതിപക്ഷത്തെ ചില MLA മാർക്കെതിരെ ഇതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ മുമ്പ് ഉയർന്നിരുന്നു. ഇതിൽ ചിലരൊക്കെ ജയിലിൽ കിടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നിട്ട് പോലും ഇവരൊന്നും MLA സ്ഥാനം രാജിവെച്ചില്ലല്ലോ എന്നുള്ളതാണ് CPIM ചോദിക്കുന്നത്. സ്വാഭാവികമായും അതേ നീതി മുകേഷിന്റെ കാര്യത്തിൽ ഉണ്ടാകണം എന്ന CPIM നിർബന്ധം പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തൽക്കാലം രാജിയൊന്നും വേണ്ട എന്ന മുകേഷിനോട് ഇപ്പോൾ പാർട്ടി നിർദ്ദേശിച്ചിരിക്കുന്നതും. SKN. ഓക്കെ, താങ്ക് യു. ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്. പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ MLA സ്ഥാനം ഒഴിയണമെന്ന് മുകേഷിനോട് പാർട്ടി ആവശ്യപ്പെടുമെന്ന രീതിയിൽ പ്രചാരണങ്ങൾ കേരളത്തിൽ നടക്കുന്നു. എന്നാൽ ഒരു കാരണവശാലും CPIM മുകേഷിന് രാജി ആവശ്യപ്പെടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ UDF ആണ് ഇത്തരം ആവശ്യവുമായി മുന്നോട്ട് വന്നാൽ അവരുടെ പക്ഷത്ത് തന്നെ ഇത്തരം ആരോപണങ്ങളും കേസുമായി നടക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ MLA സ്ഥാനം ഒഴിയാതിരിക്കാനുള്ള കാരണങ്ങൾ മുകേഷിന് കണ്ടെത്താൻ കഴിയും. മാത്രമല്ല, ഈ ആരോപണങ്ങൾ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് കേസാകുക, FIR ഇടുക, അത് കഴിഞ്ഞ് അന്വേഷണം നടക്കുക, മുകേഷ് ഇത് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കുക, അങ്ങനെ ഒരുപാട് പ്രോസസ്സ് ഈ കാര്യത്തിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, ആരോപണം ഉയർന്നാൽ ഉടൻ ഒരു MLA രാജിവെക്കണമെന്ന അവസ്ഥ കേരളത്തിൽ ഉണ്ടായാൽ MLA മാർ രാജിവെച്ചൊഴിയുന്നതിൻ്റെ പരമ്പര തന്നെ കേരളത്തിൽ ഉണ്ടായി വരും. കാര്യം ആരോപണങ്ങൾക്ക് നല്ല വളക്കൂറുള്ള മണ്ണാണ് കേരളമെന്ന് നമുക്ക് പ്രേക്ഷകർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അത്തരമൊരു സാഹചര്യം ഉണ്ടായില്ല. അതേസമയം മുകേഷ് ഈ മറ്റ് ഒരു കമ്മിറ്റിയിൽ നിന്ന് രാജിവെക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അതായത് സിനിമാ നയരൂപീകരണ കമ്മിറ്റിയിൽ ഇപ്പോൾ മുകേഷ് അംഗമാണ്. ആ കമ്മിറ്റിയിൽ നിന്ന് മുകേഷ് രാജിവെക്കാൻ സാധ്യതയുണ്ടെന്ന് ഞങ്ങളുടെ ബ്യൂറോ തിരുവനന്തപുരത്ത് നിന്ന് ഓൾറെഡി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തെ കൊണ്ട് MLA സ്ഥാനം കൂടി രാജിവെപ്പിക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്ന UDF ഘടകകക്ഷി നേതാക്കന്മാരും ഒക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ അവർക്കൊന്നും അങ്ങനെ ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.